പെരിന്തൽമണ്ണ ജൂബിലി റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച മുതൽ ആരംഭിച്ചു. ജൂബിലി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി റോഡ് വരെയാണ് റോഡ് നവീകരണം നടത്തുന്നത്. 1,68,00,000 രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. 6.5 മീറ്റർ വീതിയും 888 മീറ്റർ നീളവും ഉൾപ്പെടുന്നതാണ് നവീകരിക്കുന്ന റോഡിന്റെ ഘടന. റോഡ് നവീകരണം വൈകുന്നതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഉത്സവം കഴിയാതെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടാവുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നീട്ടിവച്ചതെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. ബാക്കി വരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചു. നമ്മളൊരു 15 ദിവസത്തെ അവധിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മളത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസം കൂടി 10-12 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകുക? നമുക്കത് അങ്ങാടിപ്പുറം പൂരം വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ പൂരത്തിന് നമുക്ക് തിരക്കായ കാരണം ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളൊരു വിഷയം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കുറച്ച് നീട്ടി വെച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി റോഡ് വന്നാൽ നമുക്ക് റോഡ് നശിപ്പിക്കേണ്ട രീതിയിലേക്കാവും വാട്ടർ കണക്ഷൻ കിട്ടാത്ത പ്രശ്നം വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വൈകിയത്. ഇതിപ്പോൾ ഈ ഒരു തുകയിൽ തന്നെ കംപ്ലീറ്റ് ആവുമോ? എങ്ങനെയാണ് കാര്യം? ഇപ്പോൾ 1,75,00,000 ആണ് നമുക്ക് ഫണ്ട് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒരു 888 മീറ്ററാണ് നമുക്ക് ഉള്ളത് ചെയ്ത് തീർക്കാനുള്ളത്. നമ്മളെ പട്ടാമ്പി റോഡിൻ്റെ ജംഗ്ഷൻ മുതൽ നമ്മളെ ഫൈസി ഹോട്ടലിൻ്റെ ബാലവാടിൻ്റെ അതുവരെയാണ് നമ്മളിപ്പോൾ ചെയ്ത് തീർക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ചെയ്തു തീർക്കാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.